അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച് കുഞ്ഞെണീച്ച് ബിച്ച്. സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാ വസന്ത, എടി പോടി എൻ്റെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മൂമ്മ വിളിച്ച് കരയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ യെസ് ലിയാൻ. അപ്പോൾ എന്തായാലും എൻ്റെ 2 കുട്ടികൾക്ക് എന്നെ ഇപ്പോൾ ആവശ്യമുണ്ട്. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പാ നിന്ന് കഴിഞ്ഞാൽ 2 പക്ഷവും നാറും. ഇത് വലിയൊരു നാറ്റക്കേസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അഹാന കൃഷ്ണ ഫാമിലിയുടെ വിഷയം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾ യൂട്യൂബിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മലർന്നു കടന്ന് തുപ്പാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. മൊത്തത്തിൽ എല്ലാവരും അറിഞ്ഞു, വഷളായി, ആകെ നാണക്കേടായി എന്ന് തന്നെ പറയാം. സംഭവം എന്താണെന്നുള്ളതും സംഭവത്തിന്റെ തുടക്കം എന്താണെന്നുള്ളതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അഹാനയുടെ കസിൻ ആയിട്ടുള്ള തൻവിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. തൻവിയുടെ യൂട്യൂബ് ചാനലിലൂടെ തൻവി കാനഡയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള കാരണം അമ്മൂമ്മ നിരന്തരമായിട്ട് വിളിക്കുന്നതാണ്, അമ്മൂമ്മയെ നോക്കാൻ ആരും ഇല്ല എന്ന് അമ്മൂമ്മ പറയുന്ന ഒരു വീഡിയോ കോളും സഹിതം ആ ഒരു വീഡിയോ ഇട്ടു. അതിൽ ആരെയും ഡയറക്റ്റ് ആയിട്ട് കുറ്റപ്പെടുത്തുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്തുന്നതായിട്ട് കരുതാം. പക്ഷെ തൻവി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ആരും നോക്കുന്നില്ലെന്നും പറയുന്നില്ല. അമ്മൂമ്മ ഇങ്ങനെ കമ്പൽ ചെയ്യുന്നു, വിളിക്കുന്നു, അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോവുകയാണ്, അപ്പൂപ്പന് മരിച്ചു പോയല്ലോ, അപ്പൊ ഇനി അമ്മൂമ്മയെ നോക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് ആ ഒരു വ്ലോഗ് വരുന്നത്. അതിനുശേഷം ആൾക്കാർ പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ നടത്തി. അതായത് സിന്ധു കൃഷ്ണ നോക്കുന്നില്ലേ, ആ അമ്മൂമ്മയുടെ മക്കൾ എന്താണ് നോക്കാത്തത്, 2 മക്കളുണ്ട്, മക്കൾ എന്താണ് നോക്കാത്തത്, സിന്ധു കൃഷ്ണ എന്തുകൊണ്ട് നോക്കുന്നില്ല, ഇത്രയും കാശുണ്ടല്ലോ എന്നിട്ട് അമ്മയെ നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിലുള്ള നെഗറ്റീവ് സിന്ധു കൃഷ്ണയ്ക്ക് കിട്ടി. അങ്ങനെ നെഗറ്റീവ് വന്നതോട് കൂടിയിട്ട് അഹാന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു. അമ്മൂമ്മ ഭ്രാന്തിയാണ്, അമ്മൂമ്മയുടെ സ്വഭാവമായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല, ഞങ്ങളുമായിട്ട് തെറ്റിയിരിക്കുകയാണ്, എന്നെ ചീത്ത വിളിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞ് അഹാന കൃഷ്ണ വീഡിയോ ഇട്ടു. അപ്പൊ ആ ഒരു എക്സ്പ്ലനേഷൻ വന്നതോട് കൂടിയിട്ട് ഒരു പക്ഷം ആൾക്കാർ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. അഹാന പറയുന്നതാണ് ശരി, തൻവി മനഃപൂർവ്വം അഹാനയും ഫാമിലിയെയും ബാക്ക്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടിട്ട വീഡിയോ ആണ് എന്നുള്ള രീതിയിലേക്കായി. അതിനുശേഷം ഇപ്പൊ വീണ്ടും തൻവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പൊ കാണുന്നില്ല, ഇപ്പൊ ഡിലീറ്റ് ആയതാണോ, സ്വയം ഡിലീറ്റ് ആക്കിയതാണോ, അതോ ആരെങ്കിലും കമ്പൽ ചെയ്ത് ഡിലീറ്റ് ആക്കിയതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയി. പക്ഷെ എന്നിരുന്നാലും ആ വീഡിയോയിൽ അമ്മുമ്മ പറയുന്ന ഒരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് ഏതായാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ നോക്കിയപ്പോ എന്റെ വീട്ടിൽ ആ തുണിയില്ല, അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പൊ എന്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞു അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു പോയി. എനിക്കൊരു 5 ചുരിദാറിന്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്, എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ അങ്ങ്, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്, ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവരിപ്പോ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചോണ്ട് കിടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പൊ ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പൊ മെനിയാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടേക്കുന്ന പൈസക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാത്ത അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവര് പറയും അവരെയാണെന്ന്. അമ്മമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെന്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിയാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ, അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഇരിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തേമ്മയ്ക്ക് ഈ 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമിയുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കുന്ന ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെയല്ലേ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നാണം കെട്ടത്? അഹാനയുടെ കുടുംബവുമാണ്, സിന്ധു കൃഷ്ണയുടെ കുടുംബമാണ് നാണം കെട്ടത്.
മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പരിപാടി ഇതിലൂടെ നിർത്തുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വീഡിയോ ഇടല് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയും ന്യായീകരണ വീഡിയോയും ഒക്കെ ഇങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം മൊത്തത്തിൽ യൂട്യൂബിൽ നാണം കെട്ടു. ഇപ്പം അഹാനയുടെ മെസ്സേജും അമ്മു വായിച്ചു, എടീന്നും പോടീന്നും തള്ളയെന്നും ഒക്കെ വിളിക്കുന്ന മെസ്സേജുകൾ. മാത്രമല്ല ഈ ഒരു അമ്മുമ്മയെ ഫാമിലി ഗ്രൂപ്പിലിട്ട് നല്ല പോലെ ഇവരങ്ങ് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഫാമിലി ഗ്രൂപ്പിൽ ബിച്ചെന്ന് വിളിക്കുന്നു, ഇവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മുമ്മ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പ് അമ്മുമ്മയുടെ പേരിൽ പൈസയൊന്നും ഇട്ട് കൊടുക്കരുത്, അമ്മുമ്മയുടെ പേരിൽ വീട് എഴുതി വെക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്വത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ചർച്ചയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആൾക്കാർ ആ രീതിയിൽ തെറ്റിദ്ധരിക്കും. അതായത് അമ്മുമ്മയുടെ പേരിൽ എന്തായാലും ആ ഒരു വീടുണ്ട്, ഒപ്പം തന്നെ 10-30 ലക്ഷം രൂപ അപ്പൂപ്പൻ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോ തന്മി നോക്കാൻ വന്നതോട് കൂടിയിട്ട് തന്മിയുടെ പേരിലേക്ക് അത് പോകുമോ എന്നുള്ള കൺസേൺ കൊണ്ടാണോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന രീതിയിലേക്ക് വരെ ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യും. അങ്ങനെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ചെളിവാരി എറിയൽ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. യൂട്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫാമിലി ഇഷ്യൂ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോം ആക്കി തീർത്തു കഴിഞ്ഞാൽ പരസ്പരം നാണം കെടാവുന്നേ ഉള്ളൂ. മലർന്നു കിടന്ന് തുപ്പിക്കഴിഞ്ഞാൽ സ്വന്തം മുഖത്തേക്ക് തന്നെ വന്ന് തുപ്പല് വീഴും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. ഇപ്പൊ എല്ലാവരും നാണം കെട്ട് നിൽക്കുകയാണ്, ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. അഹാന സ്വന്തം അമ്മുമ്മ ഇങ്ങനെയൊക്കെ വിളിക്കുന്നോ, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ചീത്ത വിളിക്കുമോ എന്ന് ചിന്തിച്ചു പോകും. പ്രായമായ അമ്മുമ്മ തെറി വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ആ പ്രായത്തിന്റെ എലി അവൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിലേക്കാകും. പക്ഷെ അഹാന തിരിച്ച് തെറി വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇത്രയും ചെറിയ പ്രായത്തിലെ ഇങ്ങനെയൊക്കെ തുടങ്ങിയോ എന്ന രീതിയിലേക്ക് ആൾക്കാർ അതിനെ ചർച്ച ചെയ്യും. ഇപ്പൊ മൊത്തത്തിൽ നാണം കെട്ടു എന്ന് തന്നെ പറയാം. മാത്രമല്ല ആ അമ്മ പറയുന്നുണ്ട് ആരും എന്നെ നോക്കുന്നില്ല എന്ന്. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ. ആകെ മൊത്തത്തിൽ കുളമായി. ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ വലിച്ചഴിച്ച് കൊണ്ടുവരാതെ നിങ്ങളുടെ ഇടയിൽ തന്നെ ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കൂടുതൽ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ഇത് യൂട്യൂബിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതെടുത്ത് ഡിസ്കസ് ചെയ്യും. റിയാക്ഷൻ ചാനലുകാരെടുത്ത് ഡിസ്കസ് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. കാരണം ഇത്രയധികം ഫേമസ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു കുടുംബം, മൊത്തത്തിൽ കുടുംബത്തിൽ നടക്കുന്ന എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവർക്കും, ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും, മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നാഴികയ്ക്ക് 40 വട്ടം നടക്കുന്ന കാര്യങ്ങളെല്ലാം യൂട്യൂബിലൂടെ അവരുടെ വീഡിയോസ് ആയിട്ട് പങ്കുവെക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇത്തരം മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ചർച്ച ചെയ്യും. അപ്പോൾ ബെറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ നടന്ന പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങൾ തന്നെ സംസാരിച്ച് നിങ്ങൾ തന്നെ അതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വലിയ രീതിയിലേക്ക് പോകും. വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കും. ആകെ നാണം കെടും. സ്വന്തം പേര് തന്നെ ഇല്ലാതെയാവും.